അടുത്ത് some properties of definite integrals. Some properties of definite integrals. Definite integrals. Some properties of definite integrals. അതാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രോപ്പർട്ടി വെച്ചിട്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാം. അപ്പം നമുക്ക് ചോദിക്കും, സർ സാധാ ഇൻ്റഗ്രൽ കണ്ടിട്ട് ലിമിറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ പോരെ? മതി. പിന്നെ ഈ പ്രോപ്പർട്ടി എന്തിനാ? കുറച്ചുകൂടി ഈസി ആയിട്ട് ഇൻ്റഗ്രൽ കണ്ടെത്താൻ പറ്റും. സാധാ നേരെ ഇൻ്റഗ്രൽ കണ്ടിട്ട് പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട്. ക്ലിയർ അല്ലേ? ചിലതൊക്കെ ഇൻ്റഗ്രൽ കാണാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രൽ കാണണം. അപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഒരു ഇൻ്റഗ്രൽ ഉണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി, അതായത് വേരിയബിൾ ചേഞ്ച് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഇൻ്റഗ്രൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ മാറില്ല. എക്സും ഡി എക്സും ടിയും ഡി ടി വേരിയബിൾ ചേഞ്ച് ചെയ്താൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. ഇപ്പോൾ 1 to 2 x dx a square by 2 1 to 2 upper limit കൊടുത്താൽ 2 square 4 by 2 2 minus lower limit കൊടുത്താൽ 1 square 1 by 2 3 by 2 1 to 2 ടി ഡി ടി വേരിയബിൾ ആയിട്ട് ചേഞ്ച് ആക്കി. എല്ലാത്തിനും പകരം ഇപ്പോൾ എക്സും ഡി എക്സിനും പകരം ടിയും ഡി ടി ആക്കി. വേരിയബിളും വേറെ വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യുക, ഡി എക്സും ആ വേരിയബിളിൻ്റെ ഇതിലേക്ക് മാറ്റുക. ടീൻ്റെ ഇൻ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2 1 to 2 അപ്പർ ലിമിറ്റ് കൊടുത്ത 2 സ്ക്വയർ 4 by 2 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത 1 by 2 ഫൈനൽ ആൻസർ 3 by 2. ഇതാണ് ഫസ്റ്റ്. വേരിയബിൾ ചേഞ്ച് ചെയ്ത് വിചാരിച്ച് ഇൻ്റഗ്രലിൻ്റെ ആൻസർ മാറില്ല. ഇനി അടുത്തത് ഫസ്റ്റ് പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതും മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സും ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഡി എക്സും ഈ ലിമിറ്റ് തിരിച്ചിട്ട് നെഗറ്റീവ് എടുത്താലും ഇൻ്റഗ്രൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ. ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ട് ലിമിറ്റ് സെയിം ആവുകയാണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ആൻസർ, ഇപ്പം ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തായാലും ആയിക്കോട്ടെ, അപ്പർ ലിമിറ്റ് കൊടുത്താൽ എ വെച്ചിട്ടൊരു സംഭവം കിട്ടും, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എ വെച്ചിട്ട് വേറെ, രണ്ടും സെയിം ആവില്ലേ? അപ്പോൾ ആൻസർ 0 ആയിരിക്കും. ഇൻ പർട്ടിക്കുലർ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക കേസാണ്. ഓക്കെ, ക്ലിയർ? അതേപോലെ വേറൊരു കൺസെപ്റ്റ്, ഇതാണ് പ്രോപ്പർട്ടി. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, സീറോൻ്റെ ഇൻ്റഗ്രൽ എന്ത് ലിമിറ്റ് വന്നാലും, സീറോൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ത് ലിമിറ്റ് വന്നാലും ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ.
ഇനി ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന് മൈനസ് ലിമിറ്റ് തിരിച്ചിടുക. ഇത് തിരിച്ചിട്ടാൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇത് ഇങ്ങോട്ടേക്ക് വന്നാൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എ ടു എ എഫ് ഓഫ് എക്സ്. അപ്പോൾ 2 ഇൻറ്റു എ ടു എ എഫ് ഓഫ് എക്സ് രണ്ടെണ്ണം വരും, ഈക്വൽ ടു 0. ഈ 2 റൈറ്റ് സൈഡ് പോയാൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. അതായത് സെയിം ലിമിറ്റ് ആണെങ്കിൽ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആവുകയാണെങ്കിൽ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആവുകയാണെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായി. അടുത്ത പ്രോപ്പർട്ടി എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. എ ടു സി നമുക്ക് ഈ ലിമിറ്റ് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലിമിറ്റിന് ഇപ്പോൾ എ മുതൽ ബി വരെ ഉണ്ട്. ഇപ്പോൾ 1 മുതൽ 5 വരെ ഉണ്ട്. വേഗം സ്പ്ലിറ്റ് ആക്കിയിട്ട് 1 മുതൽ 3 വരെ, പിന്നെ എവിടുന്ന് തുടങ്ങണോ അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങാം. ക്ലിയർ? പിന്നെ 3 മുതൽ 4 വരെ, പിന്നെ അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങാം 4 മുതൽ 5 വരെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിക്കാം. മുറിച്ചിട്ട് പിന്നെ അവിടെ തന്നെ വീണ്ടും തുടങ്ങാം. അങ്ങനെ 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 പോയിട്ട് ലാസ്റ്റ് എവിടേക്ക് എത്തണം? ബി വരെ. ഇപ്പോൾ എ മുതൽ സി വരെ എടുത്തു. എന്നിട്ട് സിയിൽ പിന്നെ സി മുതൽ എവിടെയാണ് അവസാനിപ്പിച്ച് അവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ എവിടെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പോവാം. ലാസ്റ്റ് ഈ ബിയിൽ എത്തിയാൽ മതി. സ്പ്ലിറ്റ് ചെയ്യുന്ന കേസ്. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നാലാമത്തെ പ്രോപ്പർട്ടി എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിനെ എ ടു ബി എഫ് ഓഫ് ഇത് പ്ലസ് ഇത് എ പ്ലസ് ബി മൈനസ് വേരിയബിൾ എക്സ് ഡി എക്സ്. അതായത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് വേരിയബിൾ, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന് എഴുതാം. ഈ ഒരു ഫങ്ഷൻ തന്നിട്ട് ലിമിറ്റ് തന്നാൽ, ഒരു ഇൻ്റഗ്രൽ തന്നാൽ, ആ വേരിയബിളിനെ നമുക്ക് എന്തായിട്ട് ചേഞ്ച് ചെയ്യാം? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കിയിട്ട് എഴുതാം. ആ എക്സിനെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കിയിട്ട് എഴുതാം. തെറ്റില്ല. ഇപ്പോൾ 1 to 2 സൈൻ എക്സിന് 1 to 2 സൈൻ എക്സിന് പകരം എന്ത് ചെയ്താൽ ഇത് പ്ലസ് ഇത് മൈനസ് എക്സ്, 1 + 2 3 - x എന്ന് എഴുതാം ഡി എക്സ്. ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിനൊരു പർട്ടിക്കുലർ കേസ്. അപ്പോൾ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇതിനെങ്ങനെ എഴുതാം? ഇതേ മോഡൽ. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ 0 to a എഫ് ഓഫ് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് എ മൈനസ് എക്സ്. എക്സിന് മാത്രം കേട്ടോ ഡി എക്സ്. ആ വേരിയബിളിനെ ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി അടുത്ത പ്രോപ്പർട്ടി ഇത്ര ഒരു 5 പ്രോപ്പർട്ടി ആയി. ഇനി അടുത്തത് ഇത് ഞാൻ വായിക്കുകയാണ് അടുത്ത് എഴുതാനും വേണ്ടി. ഇപ്പം നോട്ട് ചെയ്യണം. ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിന് 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 0 to a എഫ് ഓഫ് 2a മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. 0 to 2a
എഫ് ഓഫ് എക്സ് ഡി എക്സിന് 0 to a f of x dx plus 0 to a f of 2a minus dx എഴുതാം. ഇതിൽ 0 to 2a f of x dxനെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ എഴുതാൻ പറ്റും? ഇതിന് 2 into 0 to a f of x dx എന്ന് എഴുതാം. If f of 2a minus x f of x ആണെങ്കിൽ അത് ഉറപ്പാണല്ലോ. f of 2a minus x f of x എന്നാണെങ്കിൽ ഇത് രണ്ടും സെയിം ആയി. അപ്പം 2 into 0 to f of x എന്ന് എഴുതാം. ക്ലിയർ? ഇതിൻ്റെ പർട്ടിക്കുലർ കേസ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 0 എന്ന് എഴുതാം. എപ്പോ എഫ് ഓഫ് 2a മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇത് എഴുതാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇക്വേഷൻ. ഇതിൽ എഫ് ഓഫ് 2a മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 0 to f of x dx മൈനസ് 0 to f of x dx ക്യാൻസൽ ആവും. 0 ആൻസർ. ക്ലിയർ? പെട്ടെന്ന് നേരിട്ട് ആൻസർ ചെയ്യുന്ന രീതി. ഇനി അടുത്ത കേസ്, അടുത്ത പ്രോപ്പർട്ടി നോട്ട് ചെയ്യാം. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് 2 into അതിൻ്റെ മുമ്പ് ഞാനൊരു മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് 0 to a f of x dx 0 to a f of minus x dx ഇതിൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന് 2 into 0 to a f of x dx if f of minus x f of x ആണ്. f of minus x f of x ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ 2 into 0 f of minus x f of x ആണെങ്കിൽ അതിന് വേറെ ദാറ്റ് ഈസ് ഇഫ് f is a even function. f ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സിനെ 2 into 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതും. എന്താ ഈവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആകുന്നതിന് പറയുന്ന പേരാണ് ഈവൺ ഫംഗ്ഷൻ. ഇതിൻ്റെ ആൻസർ 0 എന്ന് എഴുതാം. എപ്പോ ഇഫ് മൈനസ് എഫ് ഓഫ് എക്സ് ഓക്കെ. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആവുമ്പോൾ ഇത് മൈനസ് ഇത് 0 ആവും. ക്ലിയർ? രണ്ട് സെയിം ആണ്. മൈനസ് ചെയ്യുമ്പോൾ 0. ദാറ്റ് ഈസ് ഇഫ് എഫ് ഈസ് എ ഓഡ് ഫംഗ്ഷൻ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫിന് നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈവൺ ഫംഗ്ഷൻ ആണെന്ന് പറയും. എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പ്രോപ്പർട്ടി
വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇനി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഏത് പ്രോപ്പർട്ടിയും വെച്ചിട്ട് വരാം. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇവാലുവേറ്റ് മൈനസ് evaluate 0 to 5 mod x minus 3 dx. ഈ മോഡുലസ് വരുമ്പം മോഡിൻ്റെ സൈൻ മാറുന്നിടത്ത് മോഡിൻ്റെ സൈൻ മോഡ് എപ്പോഴും പോസിറ്റീവാണ്. ഓക്കെ, മോഡ് പൊട്ടിച്ചിട്ട് എഴുതണം. മോഡ് പൊട്ടിച്ചിട്ട് എഴുതുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് മോഡിനെ ഒഴിവാക്കിയിട്ട് എഴുതാൻ അറിയും? അത് മനസ്സിലാക്കണം. മോഡിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഈ ഉള്ളിലുള്ളത് എഴുതണം. ഓക്കെ, ഇപ്പം മോഡ് എക്സിന് നിങ്ങൾക്ക് മോഡ് എക്സിന് പകരം മോഡ് പൊട്ടിക്കണം. മോഡ് ഇല്ലാണ്ട് എങ്ങനെ എഴുതുക? മോഡ് എക്സിന് നിങ്ങൾക്ക് ഉള്ളിലുള്ളത് തന്നെ എഴുതാം. എപ്പോൾ അറിയോ? മോഡിൻ്റെ ഉള്ളിലുള്ളത് പോസിറ്റീവ് ആവും. അപ്പോൾ എക്സ് എപ്പോഴും സീറോനേക്കാൾ കൂടുതലാണ്. സീറോനേക്കാൾ കൂടുതലാണ്. സീറോ ഇൻക്ലൂഡ് ആണ് കേട്ടോ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ. ഞാൻ പറയുന്ന വാക്കിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സീറോ ഇൻക്ലൂഡ് അല്ല. സീറോ കഴിഞ്ഞിട്ടുള്ളതിനാണ് പോസിറ്റീവ് എന്ന് പറയുക. പക്ഷെ നിങ്ങൾക്ക് സീറോനേക്കാൾ കൂടുതൽ എടുക്കുകയാണെങ്കിലും ഓക്കെ അല്ലേ? പോസിറ്റീവും സീറോയും എടുക്കുകയാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് തിരിയാനും വേണ്ടി പോസിറ്റീവ് എന്ന് പറയും. മോഡിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈ ഉള്ളിലുള്ള തന്നെ അങ്ങോട്ട് എഴുതാം. ഇത് എപ്പോഴാണ് നടക്കുക? ഉള്ളിൽ പോസിറ്റീവ് ആകുമ്പോൾ. നമുക്ക് സീറോ ഇൻക്ലൂഡ് ആക്കില്ല. പിന്നെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ. ഇനി മോഡിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, ഇപ്പം -3 ആണെങ്കിൽ എന്തല്ല നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഉള്ളിലുള്ളത് എടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഡിൻ്റെ ഉള്ളിൽ -3 ആണെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ എന്തായിരിക്കും? മൈനസ് ഉള്ളിലുള്ളത് -3 അല്ല. അപ്പോൾ -3 + 3. കാരണം മോഡിൻ്റെ ആൻസർ എപ്പോഴും പോസിറ്റീവ് കിട്ടും. ആ രീതിയിൽ വേണം എഴുതാൻ. മോഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം പോസിറ്റീവ് ആവണല്ലത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയ. അപ്പോൾ ഇത് എപ്പോഴും എഴുതാം? മോഡിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആവുമ്പോൾ അല്ലേ? x <0. ഇതാണ് മോഡിൻ്റെ ഡെഫിനിഷൻ തന്നെ. ആ ഒരു കൺസെപ്റ്റ് വെച്ചാൽ വളരെ ഈസിയായി നിങ്ങൾ ഇതിനങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, മോഡിൻ്റെ ഉള്ളിൽ സൈൻ ചേഞ്ച് ആവുന്ന പോയിന്റിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറുന്ന പോയിന്റിൽ ഇതിനങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ് ചേഞ്ച് ആവുക. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്താ വരിക? 0. 3നേക്കാൾ കൂടുതൽ വരുമ്പോൾ ഉള്ളിൽ പോസിറ്റീവ് ആയിരിക്കും. എക്സിന് 3നേക്കാൾ കുറവ് കൊടുക്കുമ്പോൾ ഉള്ളിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് 3 എന്നുള്ള പോയിന്റിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന ചേഞ്ച് ചെയ്യുന്ന പോയിന്റിലൊക്കെ എന്ത് ചെയ്യുക? ഇതിനങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. മോഡ് വരുമ്പോൾ അങ്ങനെ ചെയ്യുക. പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന പോയിന്റിലൊക്കെ അതിനങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ 3 എന്നുള്ള പോയിന്റ് ഇത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും. അപ്പോൾ 0 to 3. അപ്പോൾ 0 മുതൽ 3 വരെ എക്സിന് കൊടുത്താൽ 0 × 3 ഇടയിലുള്ള വാല്യൂ എക്സിന് കൊടുത്താൽ അത് നെഗറ്റീവാണ് വരിക. ഓക്കെ, അപ്പം മൈനസ് ഉള്ളിലുള്ളത് +3 to വളരെ സിമ്പിളായിട്ട് ഐഡിയ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാം. 3 to പിന്നെ 3 ഏത് വരെ ഉള്ളത്? 5. 3 എടുക്കാൻ കാരണം എന്താ? ഇത് പിന്നെ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഏരിയയാണ് 3. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറുന്ന വാല്യൂ ആണ് എക്സിന് 3 കൊടുക്കുമ്പോൾ. 3 to 5 വരെ ഇത് പോസിറ്റീവാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള തന്നെ എടുത്താൽ മതി. റെഡിയല്ലേ? എന്നിട്ട് മോഡ് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, മോഡിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന പോയിന്റിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം -(x² / 2) 0 to 3. (x² / 2) -3x 3 to 5. 3² 9/2 -9.
25/2. അപ്പർ ലിമിറ്റ് വരുന്നത് മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ് കേട്ടോ. മൈനസ് 9/2 മൈനസ് 9/2 പ്ലസ് 9/2 പ്ലസ് 25/2 മൈനസ് 16/2 8 minus 9/2 plus 2 13/2 13/2 ഓക്കെ ക്ലിയർ. ഈ ഒരു രീതിയിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -π/4 to π/4. അപ്പോൾ ലാസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞു -a to a f(x) dx എന്നാണെങ്കിൽ ആ മോഡലാണിത്. -a to a മോഡൽ 2 into 0 to a f(x) dx എന്ന് എഴുതാം. If f(x) equal to plus f(x), അതായത് എഫ് ഈവൺ ഫംഗ്ഷൻ ആണ്. 0 എഴുതാം f(x) മൈനസ് f(x) ആണ്, അതായത് എഫ് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം f(x) എന്നല്ല f(-x) ഇതിനടുത്തൊരു മാറ്റമുണ്ട്. ആദ്യം നമുക്ക് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൺ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. f(x) sin square x, അപ്പൊ f(-x) sin square -x. ഇപ്പൊ അപ്പൊ sin -x the whole square എന്നാണ്. sin of -x എന്താ മൈനസ് sin x the whole square. സ്ക്വയർ എടുക്കും മൈനസിന്റെ പ്ലസ് ആവും sin square x. അപ്പൊ എന്ത് മനസ്സിലായി? f(-x) എടുത്തപ്പം f(x) തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ f എന്താണ്? f(x) ഈസ് ഈവൺ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് -a to a f(x) dx-ന് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ 2 into 0 to a അപ്പോൾ 0 to π/4 1 minus cos 2x dx. അപ്പോൾ 1-ൻ്റെ ഇൻ്റഗ്രൽ x sin 2x/2 0 to π/4 π/4 sin π/2 1/2 0 π/4 minus 1/2 π minus 2/4. ഇതാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക, π minus 2/4. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിലോട്ട് പോകാം. -1 to 1 sin raised to 5x cos raised to 4x dx. ഇതിൽ ഓഡ് ആണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം.
f of x sin raised to 5x cos raised to 4x. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് കാണുന്നിടത്തൊക്കെ മൈനസ് എക്സ് കൊടുക്കും. അപ്പോൾ സൈൻ മൈനസ് എക്സ് ഓൾ റേസ് ടു 5 കോസ് മൈനസ് എക്സ് ഓൾ റേസ് ടു 4. നമുക്കറിയണം, നേരത്തെ പറഞ്ഞു, സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് കോസ് എക്സ് -1 മൈനസിൻ്റെ പവർ നെഗറ്റീവിൻ്റെ പവർ ഓഡാണെങ്കിൽ മൈനസും, ഈവൺ ആണെങ്കിൽ പ്ലസും. മൈനസ് സൈൻ റേസ് ടു 5x കോസ് റേസ് ടു 4x. ചുരുക്കി പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ നെഗറ്റീവാണ് കിട്ടുന്നത്. Therefore, f of x is odd function. എന്താണ് ഞാൻ പറഞ്ഞ മക്കളെ? ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ -a to a ടൈപ്പ് വരുമ്പോഴാണ് കേട്ടോ. ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ ആൻസർ എന്തെന്ന് എഴുതാൻ നമുക്ക് 0 എന്ന് എഴുതാം. അതാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിലുള്ള ഗുണം. ഓഡ് ഫങ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആൻസർ 0 എന്ന് എഴുതാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. ഇവിടെ നമ്മൾ ഫോർത്ത് പ്രോപ്പർട്ടീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് എ ടു ബി അല്ലെങ്കിൽ 0 to a രണ്ട് സെയിം ആണ്. നമ്മൾ അതിൻ്റെ ഒരു സബായിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒന്ന്. ഈ ഒരു ഐഡിയ എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് എ ടു ബി, ഈ എക്സിന് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് എന്ന് എഴുതാം. എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഇതിൻ്റെ ആൻസറും സെയിം ആയിരിക്കും. ഈ ഫോർത്ത് പ്രോപ്പർട്ടി. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ നമുക്ക് പ്രയാസമാണ്. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ കാണാം. നമുക്കിതിന് ഐ എന്നെടുക്കാം. ഐ എന്താണ് എന്നാണ് ഞാൻ കാണേണ്ടത്. ഇപ്പോൾ 0 to π/2 sin raised to 4x sin raised to 4x cos raised to 4x dx. അപ്പോൾ ഇത് ഈ ഐൻ്റെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. ഈ ഐൻ്റെ വാല്യൂ, ഈ ഐ എന്താണ്, ഈ ഐ എന്താണെന്നാണ് ഉള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ ഐൻ്റെ വാല്യൂ 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. അതിന് ഐ എന്ന പേര് കൊടുത്തു. ഈ ഐ ഇത് ചെയ്തിട്ട് ഐക്ക് എന്താ, ഐ ആണ് നമ്മൾ കാണേണ്ടത്. ഐ എന്ന പേര് കൊടുത്ത ഈ ഐൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ഐ, ഇതും എന്തും ഈക്വൽ ആയിരിക്കും. ഇതേ മോഡൽ ഇതും ഈക്വലാണ്. അപ്പം നമുക്ക് ഈ മോഡലിലേക്ക് നമുക്കിതിനെ മാറ്റാം. എങ്ങനെ? 0 to π/2 സൈൻ എക്സ് കാണുന്നിടത്ത് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് എന്ന് കൊടുക്കാം. സൈൻ റേസ് ടു 4 എന്നിട്ട് സൈൻ 0 plus π/2 മൈനസ് എക്സ് ഓൾ റേസ് ടു 4. എക്സ് കാണുന്നിടത്ത് ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ് ബൈ സൈൻ π/2 minus x all raised to 4.
കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഹോൾ റൈസ് ടു 4 ഡി എക്സ്. ഐ. അപ്പോൾ ഈ ഐയും ഈക്വലാണ്. ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കും. അടുത്തായി നോക്കാം. 0 to പൈ ബൈ 2 സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. അത് നമുക്കറിയണം. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ കോസ് തീറ്റ. കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. അത് നമുക്കറിയാം. എന്നാലൊന്ന് എഴുതി തന്നു നോക്കും. ഇപ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഓൾ റൈസ് ടു 4 കോസ് റൈസ് ടു 4x ബൈ മറ്റേ കോസ് റൈസ് ടു 4x കോസ് എക്സ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് റൈസ് ടു 4 പ്ലസ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് റൈസ് ടു 4. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഈ ഐൻ്റെ കിട്ടുന്ന വാല്യൂ ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. രണ്ടും ഐ ആണ്. കാരണം ഇതിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈക്വലാണ്. ക്ലിയർ അല്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. 1 + 2. അപ്പോൾ ഐയും 2i. മറ്റെന്ത് വരും? 0 to പൈ ബൈ 2 സൈൻ റൈസ് ടു 4x പ്ലസ് 0 to പൈ ബൈ 2 ഓക്കെ. ഇതിന് രണ്ടിൻ്റെ ലിമിറ്റ് സെയിം ആണ്. അപ്പോൾ ഒക്കെ ഒന്നിൽ എഴുതിയാൽ മതി ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ. ഓക്കെ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 0 to പൈ ബൈ 2 1 ആണ്. 1 into dx. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. 1 into dx. dxൻ്റെ ഇൻ്റഗ്രൽ x 0 to പൈ ബൈ 2 2i പൈ ബൈ 2 മൈനസ് 0 2i. നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടത്? ഐൻ്റെ വാല്യൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഐ പൈ ബൈ 4. ക്ലിയർ അല്ലേ? നമുക്ക് ഐൻ്റെ വാല്യൂ ആണ് കാണുന്നത്. അത് പൈ ബൈ 4 എന്ന് കിട്ടി. ഇതിൻ്റെ വാല്യൂ ആണ് കാണുന്നത്. പൈ ബൈ 4 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0 to പൈ ബൈ 2 സൈൻ റൈസ് ടു 4x ബൈ സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x എന്ന് പറഞ്ഞാൽ പൈ ബൈ 4. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 0 to പൈ ബൈ 6 to പൈ ബൈ 3 dx by 1 plus root tan x. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമുക്ക് നോക്കാം. ഒന്ന് അറേഞ്ച് ചെയ്യാം. പൈ ബൈ 6 to പൈ ബൈ 3
dx by 1 plus root tan x. Pi by 6 to pi by 3 dx by root tan x നെ root sin x by root cos x എന്ന് എഴുതാം. ഇതിന് നമ്മൾ I എന്നെടുത്തു. ഓക്കെ, ഐൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്, നേരത്തെ പോലെ തന്നെ. അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അടുത്ത ഐയിലേക്ക് മാറ്റാം. ക്രോസ് ചെയ്താൽ root cos x root sin x root cos x dx dx by root cos x plus root sin x by root cos x. റെസിപ്രോക്കൽ എടുത്താൽ pi by 6 to pi by 3 root cos x plus root sin x dx. ഇത് നമുക്ക് ഫസ്റ്റ് ഐ ആയിട്ട് എടുക്കാം. സൈനും കോസൊക്കെ ആകുമ്പോൾ സുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. എന്നിട്ട് അടുത്ത ഐ നേരത്തെ പറഞ്ഞ ഐയുടെ എന്താ ഐഡിയ? എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എഴുതാം. അപ്പോൾ പൈ ബൈ 6 ടു പൈ ബൈ 3 root cos pi by 6 plus pi by 3 minus x നേതാ എക്സിനൊക്കെ root cos pi by 6 plus pi by 3 minus x root sin pi by 6 plus pi by 3 minus x. അപ്പോൾ I pi by 6 to pi by 3 root pi by 6 and pi by 3 pi by 2 minus x root cos pi by 2 minus x plus root sin pi by 2 minus x. Pi by 6 to pi by 3 cos pi by 2 minus x sin x sin pi by 2 minus x cos x dx. Then equation 2 എടുക്കാം. എന്നിട്ട് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഐയും 2i രണ്ടിൻ്റെ ലിമിറ്റ് സെയിം ആണ്. അപ്പോൾ റൂട്ട് cos x plus root sin x by root sin x plus root cos x dx. രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്.
രണ്ടിൻ്റെ ബേസ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്. അപ്പോൾ 2i π/6 to π/3 ഇത് ക്യാൻസൽ ചെയ്താൽ 1 dx. dxൻ്റെ ഇൻ്റഗ്രൽ എക്സ് π/6 to π/3 2i അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. π/3 മൈനസ് π/6 π/6. അപ്പോൾ i π/12. അപ്പം നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? π/6 to π/3 dx/1 പ്ലസ് റൂട്ട് ടാൻ എക്സ്. അതാണ് ഐ ആണ് നമുക്ക് കാണേണ്ടത്. ഇതിനാണ് നമ്മൾ ഐ എന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയത് π/12 ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ (0 to π/2) sin raised to 3/2x sin cos raised to 3/2x dx. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിന് ഐ എന്നെടുക്കുക. എന്താണ്? 0 to π/2. സിമ്പിളാണ്. ഇങ്ങനെ ഈ ഒരു ടൈപ്പ് വരുന്ന ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്ത് പഠിച്ചാൽ മതി. അതിന് തന്നതാണ് sin raised to 3/2 sin raised to 3/2 cos raised to 3/2. അടുത്ത ഐ ലോവർ പ്ലസ് അപ്പർ മൈനസ് എക്സ്. നേരത്തെ പറഞ്ഞ ഐഡിയ തന്നെ അങ്ങനെ വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ 0 to π/2 sin raised to 3/2 π/2 minus x by sin raised to 3/2 cos raised to 3/2. ഇതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത ഐ (0 to π/2) sin π/2 minus x cos x sin π/2 minus x cos π/2 minus x sin. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കണം. എന്നിട്ട് ഫസ്റ്റും സെക്കൻഡും ഇക്വേഷൻ ആഡ് ചെയ്യാം. അപ്പോൾ 2i എന്ന് കിട്ടും. അത് 0 to π/2. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യാം. 0 to π/2. രണ്ടിൻ്റെ ബേസ് സെയിം ആണ്.
രണ്ട് ബേസ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 2i 1 വരും dx. x0 to π/2. അപ്പോൾ 2i π/2 മൈനസ് 0 π/2 2i. അപ്പോൾ i π/4. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആൻസറാണ് ചോദിച്ചു, ഇതിൻ്റെ ആൻസറാണ് ചോദിച്ചു. അപ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ 0 to π/2 π/4. ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കും.